കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ലൊരു നാടൻ മുട്ട റോസ്റ്റാണ്. വീട്ടിൽ പണ്ട് മുതലേ ഉമ്മയൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഞാനിത് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ സിമ്പിളാണ്, എന്നാൽ ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മുട്ട റോസ്റ്റ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വരെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ വരെ പെരുംജീരകം, അതായത് വലിയ ജീരകം ചേർക്കാം. ജീരകം ഒന്ന് പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് നെടുകെ കീറിയത് ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മൂന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകൊക്കെ ഒന്ന് വാടിത്തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 സവാള നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ട് നല്ലപോലെ ഇതിലേക്ക് അങ്ങ് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടങ്ങ് വഴറ്റുക. അങ്ങനെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടി നന്നായിട്ടങ്ങ് വഴറ്റിയിട്ടുണ്ട്. കളറൊക്കെ നല്ലോണം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു തക്കാളി മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കാം. ഒരു മീഡിയം സൈസിലുള്ള തക്കാളി വെള്ളമൊന്നും ചേർക്കാതെ അങ്ങനെ തന്നെ അരച്ചെടുത്തതാണ്. തൊലിയും കുരുവൊന്നും കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, അതുപോലെ തന്നെ അരച്ചെടുത്തിട്ട് ചേർത്തിരിക്കുകയാണ്. തക്കാളി ചേർത്തിട്ട് 1 മിനിറ്റ് വരെ ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത്രയും പൊടികൾ ചേർത്തിട്ട് നല്ല പോലെ ഒന്നുകൂടി വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഏകദേശം 1 മിനിറ്റ് സമയമെങ്കിലും നന്നായിട്ടങ്ങ് വഴറ്റുക. ഈ സമയത്ത് നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വെള്ളമാണ്. ഞാൻ ഏകദേശം 3/4 കപ്പോളം വെള്ളം ഇതിലേക്ക്, ചൂടുവെള്ളമാണ് കേട്ടോ, നന്നായിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രേവിയുടെ തിക്നെസ് എത്ര വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ വെള്ളം ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ കറി നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ കറി ഇങ്ങനെ തിളച്ച് തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് വരെ ഇതേപോലെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറി നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വറ്റി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. കറി കണ്ടില്ലേ, നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് വരെ നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിതിലേക്ക് 4 പുഴുങ്ങിയ മുട്ട തോട് കളഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. മുട്ട ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏറ്റവും അവസാനം ഞാനിതിലേക്കൊരു 2 നുള്ളു പഞ്ചസാര കൂടി ചേർക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലെയൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു മുട്ട റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഒരു ബൗളിലേക്ക് വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പത്തലിൻ്റെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്